അനാമിക ഒരു മടിയില്ലാതെ കാമുകനോടൊപ്പം ഹോട്ടൽ മുറിയിലേക്ക് കയറി പോകുന്നത് ആദർശ് കൈയോട് പിടികൂടുകയാണ്. ക്ലയൻസുമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സെയിം ഹോട്ടലിൽ വരുന്ന ആദർശ് അനാമിക അവിടെ വെച്ച് കാണുകയാണ്. കൂട്ടത്തിൽ ഒരു പയ്യനെയും കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ ആദർശിന് നല്ല സംശയം തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ആദർശ് അനാമികയെ വാച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് ഹോട്ടലിലേക്ക് ഒരു കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന അനാമികയാണ്. ആ കാർ ഓടിക്കുന്നത് വേറെ ആരുമല്ല, അനാമികയുടെ പുതിയ കാമുകനാണ്. അങ്ങനെ അനാമികയുടെ കാമുകനും അനാമികയും കൂടി ഹോട്ടലിലോട്ട് കയറി വരുന്നുണ്ട്. ഇവരെ ക്ഷണിക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് ആയിട്ട് അവിടുന്ന് രണ്ടുപേരും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് അനാമികയും അനാമികയുടെ കാമുകനെയും ഹോട്ടലിലോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ അനാമികയ്ക്ക് പേടിയാവാൻ കേട്ടോ. അധികം പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. അതായത് അനന്തപുരിക്കാരെ നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അനാമികയുടെ കട്ടപ്പുകയായിരിക്കും. ഹരി, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശാന്തമായ ഒരു സ്ഥലം വേണം. അതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. അതിനെന്തിനാ ഹരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അനാമികെ, എന്റെ ലൈഫിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാ. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ എനിക്ക് കൂടുതൽ നിന്നോട് അടുപ്പം തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എന്റെ മനസ്സിനെ നിന്നെ പറിച്ചു നടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി എന്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ അനാമികെ. ദേ, എന്റെ മനസ്സ് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ പണം കൊണ്ട് എനിക്ക് നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാനത് സാധിച്ചു തരും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇവിടെ വന്നത്. ഹരി, നിനക്കറിയാലോ, ഞാനിപ്പോ ഒരു ബന്ധത്തിൽ പെട്ടിരിക്കുക. അതിൽ നിന്നും എനിക്ക് ഡിവോഴ്സ് വാങ്ങണം. അവനാണെങ്കിലേ എന്നെ വേണ്ടാതെ വേറൊരുത്തിന്റെ പിന്നാലെ പോവുക. അങ്ങനെ ഒരാളെ എന്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എന്നിട്ട് എനിക്ക് ഹരിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. എന്തായാലും അനന്തപുരിന്ന് എനിക്ക് തരാനുള്ളത് തരണം. അവരുടെ മകൻ മറ്റൊരുത്തിന്റെ പിന്നാലെ പോവുക, അതും എന്നെ ഒഴിവാക്കിയിട്ട്. അതുകൊണ്ട് അവരെനിക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരം തന്നേ പറ്റൂ. പിന്നെ അതെല്ലാം നമുക്കുള്ളതാ ഹരി. പിന്നെ ഹരി കോടീശ്വരനാണല്ലോ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. എന്നെ ഹരി പൊന്നുപോലെ നോക്കുമല്ലോ. ഇതും പറഞ്ഞ് അനാമിക എന്നെ സന്തോഷിക്കുന്ന സമയത്ത് ഹരിയുടെ മുഖം കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതൊക്കെ നിന്നെ പോലെ ഒരു ചോക്ലേറ്റ് പെണ്ണിന് വേണ്ടിയല്ലേ? അതിന് ഹരി മാറണം. നിന്റെ കയ്യിൽ നിന്നും പണവും തട്ടിയെടുത്ത് ഞാൻ മുങ്ങടി. എന്റെ ആവശ്യവും ഞാൻ നടത്തിയെടുക്കും. ഇങ്ങനെ ഹരി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ ഹരി, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അനാമിക, നമുക്ക് റൂമിലോട്ട് പോണ്ടേ? ആ അതെ, അതിന്റെ റൂമിന്റെ കീ തന്നില്ലല്ലോ. ഓ, ഞാനത് വിട്ടു. എടോ ഒന്ന് വന്നേ. താനൊക്കെ എവിടത്തെ സ്റ്റാഫാടോ? എത്ര നേരമായി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ഈ റൂമിന്റെ കീ എവിടെ? സോറി സാർ, കീ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കിട്ടും. സർ, ഒരു 5 മിനിറ്റ്സ്. ഒരു കാര്യം ചെയ്യും സർ, ലഞ്ച് റെഡി ആയിട്ടുണ്ട്. സാറിനും മാഡത്തിനും ലഞ്ച് എടുക്കട്ടെ? അവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, അവിടുന്ന് കഴിക്കാം. എടോ, താനെന്താ ഞങ്ങളെ പരിഹസിക്കാണോ? തനിക്ക് ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത്? ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ഭക്ഷണമൊക്കെ. പെട്ടെന്ന് തന്നെ കീ എടുത്തിട്ട് വാ. എടോ, കീ ഒന്ന് എടുത്തു വെക്കാതെയാണോ കസ്റ്റമേഴ്സിനെ വിളിക്കുന്നത്? മാഡം, അത് പിന്നെ എല്ലാം എടുത്തു വെച്ചിരുന്നതാ. പെട്ടെന്ന് നോക്കിയിട്ട് കാണാനില്ല. നിങ്ങളെപ്പോലുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സ്റ്റാഫുകൾ ആദ്യം ഇവിടുന്ന് ഒഴിവാക്കണം. അതെ, പെട്ടെന്ന് പോയി എടുത്തോണ്ട് വന്നില്ലെങ്കിലേ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സർ, പെട്ടെന്ന് തന്നെ എടുത്തുതരാം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫ് തിരിയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ സ്റ്റാഫ് മനസ്സിൽ കരുതുന്നുണ്ട്, ഹോ, എന്തൊരു സാധനങ്ങളാ. ആ കീ ഒന്ന് കാണാതായി പോയതല്ലേ, പെട്ടെന്ന് എടുത്തോണ്ട് തരാന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ സ്വഭാവം കണ്ടില്ലേ? എന്തിനാണാവോ രണ്ടും കൂടി കൂറ്റിയും പറിച്ച് ഇറങ്ങിയേക്കുന്നത്? ഇവന്മാരൊക്കെ പൂവും കൊടുത്ത് ഇളിച്ച പല്ലുമായിട്ട് ഇങ്ങോട്ട് കയറ്റണല്ലോ. ഗതികേടുകൊണ്ട് ചെയ്തു പോകുന്നതാ. ഇതും പറഞ്ഞ് പെറുപെറുത്തോണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എടോ, ഇതുവരെ കീ കിട്ടിയില്ലേ? അത് പിന്നെ മാനേജറുടെ കയ്യിലെ കീ. മാനേജർ ഇനി എത്തിയിട്ട് വേണ്ടേ? അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുന്നാ പറഞ്ഞത്. എന്താ അരമണിക്കൂറോ? അരമണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് പോലും അയാൾക്ക് അവിടെ നിൽക്കാൻ വയ്യ. അത് പിന്നെ സാറ് പറഞ്ഞില്ലേ അവർക്ക് അവിടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ലഞ്ച് പോയിട്ട് അവർക്ക് പച്ചവെള്ളം പോലും വേണ്ട. പിന്നെ പോയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. അതൊക്കെ കുറെ കായുള്ള ടീമുകളാ. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് അവർക്കുള്ള ഫുഡ് ഒന്ന് അറേഞ്ച് ചെയ്യ്. ശരി സാർ. അങ്ങനെ അവരെ പോയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഇയാൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. സർ, ഓ വന്നോ? എവിടെ കീ? കീ കിട്ടിയില്ല സർ, നമ്മുടെ മാനേജറുടെ കയ്യിലാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ. എന്താ ഇനിയും അരമണിക്കൂറോ? സർ, ഇവിടെ ലഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ലഞ്ചിന്റെ ടൈം ആയില്ലേ? ലഞ്ച് കഴിക്കുമ്പോഴേക്കും സാർ എത്തിക്കോളും. എടോ, ഞാനിവിടെ വിളിച്ചു പറഞ്ഞതേ എന്റെ കൂടെ വന്ന പെണ്ണിനെ നാണം കെടുത്താനല്ല, അവക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാനാ. സർ, സോറി സർ, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. സാറിന് എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങള് സ്പെഷ്യൽ ലവേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ലഞ്ചാണ്. പിന്നെ ആ സെറ്റപ്പും നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഫുഡെന്ന് കേട്ടപ്പോ തന്നെ അനാമിക പറയുന്നുണ്ട്, ഹരി, ഇവർ കുറെ നേരമായാലും പറയുന്നു. എന്തായാലും അയാൾ വന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കീ കിട്ടൂ. വേണ്ട മോളെ, നമുക്ക് ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഹോട്ടലിലോട്ട് പോവാം. അയ്യോ സർ, അങ്ങനെ പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറാൻ നിൽക്കുവാണോ ഞങ്ങള്? പണം തരുന്നതിലുള്ള ഒരു മര്യാദയും നിങ്ങളുടെ ഭാഗത്ത് നിന്നില്ല. ഞങ്ങൾ വേറെ ഹോട്ടലിലോട്ട് പോയിക്കോളാം. അനാമിക, നീ വാ. ഹരി, തൽക്കാലം വിട്, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അത് കഴിക്കുമ്പോഴേക്കും അയാൾ വന്നോളും. ഹരി, ഇങ്ങ് വാ. എന്തിനാ നമ്മൾ ഇവർക്ക് വേണ്ടി തല താഴ്ത്തി കൊടുക്കുന്നത്?
തല താഴ്ത്തി കൊടുക്കല്ല, നമുക്ക് തൽക്കാലം ഫുഡ് കഴിക്കാം, എന്നിട്ടും വന്നില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോവാം, ഫുഡിന്റെ പൈസ പോലും കൊടുക്കണ്ട. എന്നാ പിന്നെ ശരി. ഇതും പറഞ്ഞുകൊണ്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ആദർശിന്റെ എൻട്രി. ആദർശ് കാലൊന്ന് മാസമായിട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വന്ന പാടെ തന്നെ ക്യാബിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഒരു മീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് സർ, സെക്കൻഡ് ഫ്ലോറിലാണ് മീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. മനോജ് സെക്കൻഡ് ഫ്ലോറിന്റെ കീ കൊടുത്തുവിടും. അങ്ങനെ ആദർശ് മാസമായിട്ട് കയറി പോകുന്ന സമയത്താണ് ലെഫ്റ്റ് സൈഡിലായിട്ട് അനാമികയും കാമുകനെയും കാണിക്കുന്നത്. അനാമിക കാമുകനെ കൈ പിടിച്ചുകൊണ്ട് ചേർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ ആദർശ് ഒന്ന് ഗ്ലാസ് ഊരിയിട്ട് അനാമിക തന്നെയാണെന്നൊന്ന് വ്യക്തത വരുത്തുന്നുണ്ട് കേട്ടോ. അനാമികയെ കണ്ട പാടെ തന്നെ ആദർശ് പറയുന്നുണ്ട്, ഛേ ഇത് അനാമികയല്ലേ, ഇവളുടെ കൂടെയുള്ളവൻ ആരാ? എന്നാലും അനാമിക എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവളെ എല്ലാത്തിനും ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടാ അവള് തോന്നിയ പോലെ നടക്കുന്നത്. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ചോണ്ട് ആദർശ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ചെന്ന പാടെ തന്നെ അവർ തിരിഞ്ഞിക്കാട്ടോ. അപ്പൊ ആദർശ് പുറകേന്ന് വിളിക്കുന്നുണ്ട്, അനാമിക എന്ന് കേട്ട പാടെ തന്നെ അനാമിക പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആദർശേട്ടനോ? അതെ, ആദർശേട്ടൻ തന്നെ. നീ എന്താ ഇവിടെ? അത് പിന്നെ ആദർശേട്ട, ഞാൻ അനാമികയുടെ കൂടെയുള്ള കാമുക ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ എന്തിനാ ഇവളെന്തിനാ ഇവിടെ വന്നെന്നൊക്കെ അറിയുന്നേ? അനാമികെ, ഞാൻ നിന്നോടാ ചോദിച്ചത്, നീ എന്താ ഇവിടെ? അത് പിന്നെ ആദർശേട്ട, ഇതിന്റെ ഫ്രണ്ടാ. ഞാൻ എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഫ്രണ്ടോ അതോ വേറെ ആരെങ്കിലോ? വാട്ട്? എന്താ ആദർശായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ നീ ഇവനെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ഞാൻ എന്താ ചോദിക്കേണ്ടത്? അതെ മിസ്റ്റർ, നിങ്ങൾ ആരാ? കുറെ നേരമായല്ലോ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. അതെ, ഇത് സ്ഥലം വേറെയാ. വിട്ടോ തന്നെ കണ്ടിട്ട് ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ഉണ്ട്. വെറുതെ ഈ തടി കേടാക്കണ്ട, അല്ലെങ്കിൽ മൂക്കി പഞ്ഞു വെച്ച് കിടക്കേണ്ടി വരും. അനാമിയെ, ഇവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം ചിലപ്പോ മാറിയെന്നിരിക്കും. ആദർശേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ ജസ്റ്റ് ഫ്രണ്ടാ. അനാമിയെ, നീ എന്തിനാ ഇയാളെ പേടിക്കുന്നത്? ഇയാളിന് എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. ഇയാളോട് പോവാൻ പറ. വലിയ ബിൽഡപ്പ് ഇട്ട് വന്നേക്കുവാ. ഇത് കേട്ടപ്പോ തന്നെ ആദർശന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ആദർശ് അവന്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട്. എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടി പറയട്ടാ. ധൈര്യം ഉണ്ടെങ്കിൽ പറയാൻ. ആദർശേട്ട സ്റ്റോപ്പ്. എന്തിനാ അവനെ കയറി പിടിക്കുന്നത്? ആദർശേട്ട മോശമായി സംസാരിച്ചുകൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ പ്രതികരിച്ചത്. എന്നാ പറ, ഇവൻ ആരാ? ഇവൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? ഞാൻ എവിടെ പോയാലും അവിടെ എന്തിനാ നിങ്ങൾ വരുന്നത്? അനാമികെ, നിനക്കിപ്പോ ഒരു കുടുംബമുണ്ട്, ഭർത്താവുണ്ട്. ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് നീ ഇങ്ങനെ കണ്ട പയ്യന്മാരുടെ പിന്നാലെ നടക്കുവാണോ? ഇത് അനിയനെയും കൂടി ഉപദേശിക്കാത്തത് എന്താ? അവനും നടക്കുന്നുണ്ടല്ലോ മറ്റൊരുത്തിന്റെ പിന്നാലെ. അവര് റൂം എടുക്കുന്നുണ്ടെന്നോ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്നോ ഇതിനെക്കുറിച്ച് വല്ലതും നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. എന്ന് എനിക്കറിയാം. ഛേ, ഒരിക്കലും നിന്നെ പോലെയല്ല അവൻ. അവന് നേരും നെറിയില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അവന് നല്ലതേതാ ചീത്തതേതാന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊന്നും അവൻ അന്വേഷിക്കാത്തതിന് കാരണം നീ നല്ലൊരു ഭാര്യ ആവാനിട്ടാ. ഇത് കേട്ടപ്പോ തന്നെ തൊട്ടപ്പുറത്തേക്കുന്ന കാമുകൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പോ ഇവളുടെ ഭർത്താവിന്റെ ഏട്ടനാണിവൻ. അയ്യോ, മൂർത്തി സ്റ്റ്ലറിയുടെ MD. അപ്പൊ ആദർശ് വെക്കുന്നുണ്ട്, എന്താടാ നിന്റെ വായ അടങ്ങിയോ? അത് പിന്നെ അനാമികയോട് അങ്ങനെ പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോ നീ എന്തോ ചെയ്യോടാ? നാണം ഇല്ലല്ലോടാ ഒരുത്തന്റെ ഭാര്യയായി നടക്കുന്നവളെ വശീകരിച്ച് ഹോട്ടലിലൊക്കെ കൊണ്ടുവരാൻ. അത് പിന്നെ അനാമികയ്ക്ക് അവന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അങ്ങനെ അനാമിക പറഞ്ഞോ? നീ അങ്ങനെ പറഞ്ഞോ അനാമികയെ? പറഞ്ഞു പോയി. അങ്ങനെയാണല്ലോ അവസ്ഥ. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇപ്പൊ ഈ ഹോട്ടലില്? അത് ഞാനവിടെ അന്വേഷിച്ചപ്പോ നീ ഇവിടെ മുറി എടുത്തെന്ന് അറിഞ്ഞു. ഇവനും നിനക്കും എന്തിനാ മുറി? അത് പിന്നെ ഞങ്ങൾക്ക് ചില ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ കാമുകന്റെ മുഖത്തോട്ട് ദേഷ്യപ്പെട്ടൊന്ന് നോക്കുന്നുണ്ട് ആദർശ്. അതെ, ഞങ്ങൾ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ വേറെയും ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇവൾക്ക് വേണ്ടി കപ്പിൾസ് റൂമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഒരു ബിസിനസ് റൂം അല്ല. എന്താ എന്നെ പൊട്ടനാക്കാൻ നേരിയോ? അനാമികെ, ഇതൊന്നും നല്ലതല്ല. ഇത്തരം മോശം സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ഒരാണിനും സഹിക്കാൻ പറ്റില്ല. ഓ, ആരാണാവോ ഈ പറയുന്നത്? പുണ്യാളനോ? താൻ ചെയ്ത പ്രവർത്തികളൊക്കെ ഈ നാട്ടിൽ പാട്ടാ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അവിഹിത ബന്ധം, അതിലൊരു കുഞ്ഞ്, അതും ഹരി. കേൾക്കണം, 5 വർഷം മുന്നുണ്ടായ ബന്ധമാണിത്. എന്നിട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു? അതും ഇല്ല. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒന്ന് പറയണല്ലോ എല്ലാവരോടും. സത്യങ്ങളൊക്കെ ശരിക്കും എല്ലാവരും അറിയണ്ടേ? അതൊക്കെ മറച്ച് മൂടി വെച്ചോണ്ട് അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായി. നിൽക്കുന്ന മഹാനാ ഇത്. ഈ മഹാനാ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. അതെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം പോയി നോക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാതിരിക്കുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഹരി, നമുക്ക് ഇവിടുന്ന് പോവാം. ഇതും പറഞ്ഞോണ്ട് ഹരിയുടെ കൈ പിടിച്ചോണ്ട് അനാമിക ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അനന്തപുരിയിൽ മൂർത്തി സാറെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മൂർത്തി മുത്തശ്ശന്റെ അടുത്തോട്ട് ആദർശ് വരുന്നുണ്ട് കേട്ടോ. ആദർശ്, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. എന്താ മുത്തശ്ശ? ഏയ്, വേറൊന്നുമല്ല. അനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ മോനെ? അനിയും അനാമികയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുത്തശ്ശ, ഞാൻ എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ ഒരു തെറ്റുകാരനാ. അതുകൊണ്ട് ആരെയും തിരുത്താനുള്ള അധികാരം എനിക്കില്ല മുത്തശ്ശ. അനാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കണം. അനാമികയ്ക്കും അവനും ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഈ ബന്ധം വേർപ്പെടുത്തുന്നത് നല്ലത് മുത്തശ്ശ.
അതിനോട് യോജിക്കുക ഞാൻ. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേ മുത്തശ്ശ, അവളുടെ സ്വഭാവം അത്ര വെടിപ്പുള്ളതല്ല. നമ്മുടെ അനിക്ക് ഒന്നുകൊണ്ടും ചേർന്ന പെണ്ണല്ല അവള്. നമുക്കൊരു തെറ്റ് പറ്റിയതാ. എല്ലാത്തിനും നയനയെ പറഞ്ഞാൽ മതി. അവള് നേരത്തെ ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, എന്നാലും കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ഇതിന്റെ അടുത്ത ഭാഗം വരാനിരിക്കുന്നുണ്ട്. അതൊരു അടിപൊളി കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.